നമസ്കാരം. എല്ലാ കൃഷിക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് ഭൂപതി എന്നാണ്. എൻ്റെ വീട് പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ആളിയാറിൽ എനിക്ക് 6 ഏക്കർ കൃഷിയുണ്ട്. അത് എല്ലാം തെങ്ങും തോപ്പാണ്. ഇപ്പോൾ ഞാൻ ഒരു 2 വർഷമായിട്ട് അതിൽ ഒരു 4 ഏക്കറിൽ ഞാൻ കവുങ്ങ് ഒരു 600 എണ്ണവും 150 ജാതിക്കായും താഴോട്ട് വന്നിട്ട് 2 ഏക്കറിൽ ഹൈബ്രിഡ് ഇളനീരും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 23 വർഷമായി. 23 വർഷത്തിന് മുമ്പാണ് ഞാൻ ഇത് മേടിച്ചത്. അന്ന് എല്ലാം തെങ്ങായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് പണിക്കാരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വൃത്തിയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. പണിക്കാരൻ്റെ ബുദ്ധിമുട്ട് വലിയ കാര്യമായിട്ട് നമുക്ക് ബാധിച്ചില്ല. അന്ന് അച്ഛനമ്മയും ഉണ്ടായിരുന്നതിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഞാനും മില്ല് ജോലിയും പിന്നെ വിദേശത്തും KSRTCയിലൊക്കെ ജോലി ചെയ്തിട്ട് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭാഗം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. കൃഷി ഭാഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2016 കൂടി വിദേശത്ത് നിന്ന് വന്നു. അച്ഛനത് കുറച്ച് വയ്യാണ്ടായി. ഞാൻ തന്നെ എടുത്ത് കൃഷി നടത്താനുള്ള ഉദ്ദേശത്തിലേക്ക് മാറി. അപ്പോഴും പണിക്കാരെയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അതങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അടുത്തായിട്ട് ഒരു 4-5 വർഷങ്ങളായിട്ട് ഇപ്പോൾ പണിക്കാരെ കിട്ടുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടും സ്ഥിരമായിട്ട് ഒരാൾക്കാരെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും. നമ്മുടെ ഈ ഭാഗം പറയുന്നത് ആളിയാർ പണപ്പള്ളം എന്ന് പറയുന്ന സ്ഥലമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള ഒരു ഭാഗമാണ്. ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും കൂടുതലുള്ള സമയത്ത് പണിക്കാരില്ലാത്തതിന് ബുദ്ധിമുട്ടും പിന്നെ ഈ വെള്ളം തിരിക്കൽ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 8 ഏക്കറോളം പറഞ്ഞത്. 8 ഏക്കർ ഞാൻ വെള്ളം തിരിക്കണമെങ്കിൽ എനിക്ക് ഏകദേശം 2 ആഴ്ചത്തോളം സമയം വേണ്ടി വരും. അതിനിടയ്ക്ക് സപ്ലൈ പോകുക അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ. അതേ സമയത്ത് ഞാൻ പാലക്കാട്ടിൽ നിന്ന് എൻ്റെ കുടുംബത്തിനെ വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇതിനൊരു നമുക്കൊരു സൊല്യൂഷൻ എന്താണെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഓട്ടോമൈസേഷൻ വാൽവ് സിസ്റ്റം എന്നിട്ടുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിലും നമ്മുടെ നെറ്റിൽ കൂടിയും നമ്മുടെ ന്യൂസിലും അങ്ങനെയൊക്കെ കണ്ട് ഓക്കെ ഇതെന്താണ് ഇതിൻ്റെ സംഭവം, ഇത് ആരാണ് ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു അന്വേഷണത്തിൽ കൂടി നടക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെയും പിന്നെ യൂട്യൂബിൽ കൂടിയിട്ടും കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എല്ലാ കമ്പനിക്കാരോടും വിളിച്ച് കൊട്ടേഷനും അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിൽ നയാഗ്ര അവരാണ് എനിക്ക് ബെസ്റ്റായിട്ട് കിട്ടിയ ആൾക്കാർ. അവരുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് അവരുടെയൊക്കെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വിളിച്ച് അന്വേഷിച്ച് ഇപ്പോൾ ഞാൻ നയാഗ്ര കമ്പനിക്കാരുടെ ഓട്ടോമൈസേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ പറയാൻ പറ്റാത്ത അത്രയും ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ആ ഭാഗം കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട, വെള്ളം തിരിക്കണം എന്നുള്ള ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയേണ്ട, RTC മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പാലക്കാടോ ഇനി വിദേശത്താണെങ്കിലും കൂടിയിട്ട് വിഷയമേ അല്ല. അത് നമുക്ക് ഓരോ ഗേറ്റ് വാലിന് എത്ര സമയം നമുക്ക് വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ RTC കൺട്രോൾ റിമോട്ട് ടൈമർ കൺട്രോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇത്ര സമയം ഇത്ര കാര്യങ്ങൾ സമയത്തിൽ എല്ലാം വൃത്തിയായിട്ട് ഇപ്പോൾ ഞാൻ 1.5 മണിക്കൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂർ അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഉണ്ടാവും 1.5 മണിക്കൂർ. അപ്പോൾ അങ്ങനെ എനിക്ക് 8 ഏക്കർ വെള്ളം തിരിക്കാൻ ആകെ 3 ദിവസത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷനാണ്. എൻ്റെ കുടുംബത്തോട് കൂടിയിട്ട് സമയം ചെലവഴിക്കാനുള്ള അവസരം കൂടിയിട്ട് എനിക്ക് ഇതിൻ്റെ ഭാഗത്ത് കൂടി കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, എനിക്ക് ഫാമിലി ആയിട്ട് കുറേ കൂടുതൽ ഇരിക്കാനുള്ള സമയമായി. ഞങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ ഫ്രീ, അതാണ് ഏറ്റവും വലിയത്. വെള്ളം തിരിച്ചില്ല. പിന്നെ ഇതിനേക്കാളും ബെസ്റ്റായിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ മാനുവലായിട്ട് വെള്ളം തിരിക്കുന്ന സമയത്ത് ഉള്ളതിനേക്കാളും ഇത് കൃത്യ ടൈം അതിനെ സംബന്ധിച്ചോളം സമയമാണ്. 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് സ്റ്റാർട്ടാവും. വൈകുന്നേരം 6 മണി പറഞ്ഞാൽ 6 മണിക്ക് സ്റ്റാർട്ടാവും. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു 7 മണിക്കോ 8 മണിക്കോ 9 മണിക്കൊക്കെ വന്നിട്ട് വെള്ളം തിരിക്കും. ശ്രദ്ധിക്കില്ല, നോക്കില്ല. പിന്നെ വൈകുന്നേരം തിരിക്കാൻ വരുമ്പോൾ നമ്മളവിടെ വെളിയിൽ പോകും. അപ്പോഴും പറ്റില്ല. ഈ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതിൻ്റെ പണി എന്താണ് അത് കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, തൈകൾക്കൊക്കെ ഈ വെള്ളം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്തിൻ്റെ വ്യത്യാസം തന്നെ വേറെയാണ്. അത് തീർച്ചയായിട്ടാണ്. അപ്പോൾ നയാഗ്രയുടെ എന്താ സെലക്ട് ചെയ്യാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നയാഗ്ര ആയിരിക്കും അവരാണ് കമ്പാരറ്റീവ്ലി നല്ല സർവീസും കാര്യങ്ങളും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അന്വേഷണത്തിൽ കൂടിയിട്ട്. അതേപോലെ ഞാൻ അവരിനെ അപ്രോച്ച് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ റിസൾട്ടും അതുപോലെ തന്നെയായിരുന്നു. അവരുടെ ഡീലിങ്ങും അവരുടെ ഓർഡർ അടക്കം നമുക്ക് ലൈവായിട്ട് നമ്മളോട് സംസാരിക്കുന്നതും അവരുടെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇടപഴകുന്ന രീതിയും എല്ലാം കൊണ്ട് എനിക്ക് വളരെ ഞാൻ സംതൃപ്തനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ വളരെ നന്നായിട്ട് ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ഇത് പണിക്കാരെ കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ കർഷകർ ഈ ടെക്നോളജിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ വ്യത്യാസങ്ങളും നമ്മുടെ ടെൻഷനും വെള്ളത്തിൻ്റെ ചിലവും അതാണ് വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ ചിലവടക്കം നമുക്ക് കുറയ്ക്കാൻ പറ്റും. വെള്ളം അനാവശ്യമായിട്ട് നമ്മളാണെങ്കിൽ കൂടി 1.5 മണിക്കൂർ കൃത്യമായിട്ട് പാക്കില്ല. ചിലപ്പോൾ എടുത്തുവിടും 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ പോകും. വെള്ളം അനാവശ്യമായിട്ട് വെറുതെ വെളിയിൽ പോകാമെന്നല്ലാതെ കാര്യമില്ല. പക്ഷേ ഇതേ സമയത്ത് ഇതൊക്കെ ഓട്ടോമൈസേഷൻ ആകുമ്പോൾ ചെടികൾക്ക് കൃത്യമായിട്ട് ടൈമിംഗ് ആയിട്ടുള്ള വാട്ടർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു നല്ല പ്രോഡക്റ്റാണ്. ഞാനിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അടുത്തുള്ള കൃഷിക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരിനെല്ലാം നമ്മുടെ ഇന്ത്യൻ മേക്ക് മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ്. വളരെ കംഫർട്ടബിളാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ടും ടെക്നിക്കലായിട്ടുള്ള വശങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നയാഗ്ര ഇതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും പോകാവുന്നതാണ്. അതുകൊണ്ടിട്ട് നമുക്ക് കൃഷിക്കാർക്ക് വളരെ നല്ല ബെനിഫിറ്റും കിട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കർഷകർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതിനെക്കുറിച്ച് ആലോചിക്കുക. നമുക്ക് വളരെ നല്ല ഒരു അപ്രോച്ച് കിട്ടും. നയാഗ്ര നമുക്ക് വളരെ നല്ല ഒരു സൊല്യൂഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വളരെ നല്ല കാര്യം. നന്ദി, നമസ്കാരം.